ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ദൈവത്തിനാത്മാവേ, കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടാം. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. Praise the Lord. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി കർത്താവിനോട് പറയുന്ന വേറെ ആളുണ്ട്. നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം എന്ന് കർത്താവിനോട് പറയുന്ന വേറൊരാളുണ്ട്. ആരാണത്? മാർത്ത. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യണേ ബൈബിളിലെ. നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ആളാരാ? മാർത്ത. ലാസറിൻ്റെ പെങ്ങള് മാർത്ത. യോഹന്നാൻ 11:22. യോഹന്നാൻ 11:22. ഇത് കണ്ട, റിപ്പീറ്റ് ചെയ്യണം. കണ്ടല്ലേ? സെയിം ഡയലോഗ്, സെയിം ലാംഗ്വേജ് റിപ്പീറ്റ് ചെയ്യുകയാണ്. സെബദി പുത്രന്മാരോട് മാത്രമേ നോ പറയുന്നുള്ളൂ. സെബദി പുത്രന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. കാരണം നിങ്ങൾ പത്രോസുമായിട്ട് മത്സരിച്ചിട്ട് ആളാകാനും കസര കിട്ടാനും അധികാരത്തിന് വേണ്ടിയുള്ള ലോകാരൂപിയുടെ പ്രേരണയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ചോദിക്കണത്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെ മനസ്സിലാകാത്ത സാഹചര്യം ആ വ്യക്തി ലോകാരൂപികൾ നയിക്കപ്പെടുമ്പോഴാണ്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം ആ വ്യക്തി ലോകാരൂപികൾ നയിക്കപ്പെടുമ്പോഴാണ്. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന ആത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന ആത്മാവേ അധിക ബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ. ഇവിടെ ഈശോ കൊടുക്കുന്ന ഉത്തരം എന്നാ മാർത്തായോട് പറയണത്? മാർത്തായുടെ സിറ്റുവേഷൻ നോക്കണം. അതായത് ലാസർ ചത്ത് ചീഞ്ഞ് കല്ലറയുടെ അകത്ത് ഇരിക്കുകയാണ്. അവളുടെ കുടുംബത്തിൻ്റെ തൂണും പോയി, തുണയും പോയി, ഇണയും പോയി, എല്ലാം പോയി. അവൾ ഒറ്റയ്ക്ക് അവളുടെ അനിയത്തി മാത്രമേ ഉണ്ട്. ഭയങ്കര ട്രാജഡിയാണ്. ഈ ട്രാജഡി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു പവറാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്നറിയാം മക്കളെ? ഏറ്റവും വലിയ പ്രാർത്ഥന നീ ഏത് സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയെ ഗ്രാവിറ്റി ഉള്ളതാക്കണത്, നമ്മുടെ പ്രാർത്ഥനയെ ഈയമാണോ പിച്ചളയാണോ വെള്ളിയാണോ സ്വർണ്ണമാണോ എന്ന് ആക്കണത് നീ എപ്പോഴാണത് പ്രാർത്ഥിച്ചതെന്ന് അറിയുമ്പോഴാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നാളെ കാലങ്ങളിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്താം. പക്ഷേ സിറ്റുവേഷൻ ഇതായിരിക്കത്തില്ല. ഇപ്പം സിറ്റുവേഷൻ ഡ്രാസ്റ്റിക്കാണ്, വളരെ മോശമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഒരു മനുഷ്യനെ എത്തിച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ സിറ്റുവേഷൻ അവൻ്റെ ജീവിതാവസ്ഥ വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. എൻ്റെ മക്കളെ, ഇപ്പോഴാണ് ടൈമെന്ന് പറയണത്. ഇപ്പോഴെന്താണ്? ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കണ ഒരവസ്ഥ. ഇപ്പോൾ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ, അച്ഛൻ ശരീരത്തിൽ രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനും പറഞ്ഞു. അത് ഈ ആഴ്ചത്തെ ഈ മാസത്തെ 3ാമത്തെ സാക്ഷ്യമാണ്. കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ അവിടെ കൈവച്ചു, കർത്താവിനെ സുഖപ്പെടുത്തിയെന്ന്. ഇതാദ്യം സമയത്ത് ഈ സാക്ഷ്യത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്ത്, ദൈവമേ എന്നോട് എപ്പോഴാണ് കർത്താവ് ഇങ്ങനെ സംസാരിച്ചതെന്ന്. ഒരിക്കലും ഞാനിതുപോലെ ആരാധന കർത്താവിൻ്റെ പിറകെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അന്നുപോലും ഞാൻ ഇടയ്ക്ക് കർത്താവ് തോന്നിക്കുമ്പോഴൊക്കെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. കാര്യം എന്താണ്? സൗഖ്യം,
നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ കൈ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ശരീരമുള്ള രോഗമുള്ള സ്ഥലത്തേക്ക് വെക്കുന്നത് ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഈ കൈ നമ്മുടെ ശരീരഭാഗത്തിലേക്ക് വെക്കണത്. അല്ലെങ്കിൽ ഞങ്ങളെ സുഖപ്പെടുത്തില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന ഉറപ്പാണ്. എന്താ കാര്യം? എല്ലാവരുടെയും കുരിശ് മാറ്റിയ കർത്താവിൻ്റെ കുരിശ് മാറ്റാൻ പിതാവ് തയ്യാറായോ? ഇല്ല. കാര്യം അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ഉത്തരം. എല്ലാവരുടെയും കുരിശെടുത്ത് മാറ്റിയ കർത്താവിൻ്റെ കുരിശ് മാറ്റാൻ പിതാവ് തയ്യാറായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കണത് ഇതാണ്, എന്നെ കർത്താവ് സുഖപ്പെടുത്തില്ലെങ്കിലും നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തും. എന്താ കാര്യം? നിങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ അടയാളമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ശുശ്രൂഷകരെ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോ കല്ല് മാറി കരളിൽ കൃപ നിറയും. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ല് മാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നു ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നു നാം ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം തകർന്ന് തരിപ്പണമായ സമയത്താണ് മാർത്ത പറയണത്, കർത്താവേ, യോഹന്നാൻ 11:22, കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പം ചോദിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അവിടെ കൊടുക്കണത്. അന്ധന്മാർക്ക് കൊടുത്തത് എന്താണ്? ചോദിച്ചത് അത്രയും കൊടുത്ത്. ഭർത്തിമാവസോട് ചോദിച്ചല്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ലോർഡ്, ഐ വാണ്ട് സീ, നിനക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ കണ്ണുകളിൽ തൊട്ടു, കണ്ണ് തുറന്നു. അവൻ കണ്ടു, കർത്താവിനെയും കണ്ടു, ലോകത്തെ മുഴുവൻ കണ്ടു. ചോദിച്ചത് തന്നെ കൊടുത്തു. ഇപ്പം മാർത്ത എന്താ പറയണത്? അത് തന്നെ ബർത്തിമേവൂസ് പറഞ്ഞത് തന്നെയാണ് മാർത്ത പറയണത്. കർത്താവ് നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പം കർത്താവ് പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോഴേ മാർത്ത പറയും, അന്തിമ നാളിൽ പുനരുത്ഥാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയും, നിനക്കറിയാത്ത വേറെ ഒരു അറിവുണ്ട്, ഐ ആം ദ ലൈഫ് റെസറക്ഷൻ. നിനക്കറിയാത്ത വേറെ ഒരു അറിവുണ്ട്. എന്താണ് മാർത്ത? അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല, അതിനൊക്കെ വലിയൊരു അറിവുണ്ട്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. മധ്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ഉടമ്പടി കാലമില്ലേ, ഉടമ്പടി കാലം ദൈവം നിൻ്റെ കൂടെ ഏറ്റവും അടുത്ത് വരുന്ന സമയമാണ്. ഇപ്പം ചന്ദ്രയാനിലൊക്കെ നമ്മൾ 99% വിജയിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ പറയണത് 95% വിജയിച്ചെന്നാണ്. എനിക്ക് അത് ഫോളോ ചെയ്തപ്പോൾ തോന്നിയത് 99% വിജയിച്ചെന്നാണ്. കാര്യം നമ്മളവിടെ എത്തി, നമ്മുടെ ലാഡർ ചന്ദ്രനിൽ ഇറങ്ങി
ക്രാഷ് ഓർ സോഫ്റ്റ്, അതിപ്പോൾ അടുത്ത ട്രയൽ ആൻഡ് എററിൽ നമ്മളത് മെയ്ഡപ്പ് ചെയ്യും. ചന്ദ്രൻ്റെ ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചില സമയത്ത്. ഇപ്പോൾ ചന്ദ്രൻ അടുത്ത് വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ 4,00,000 ചില്ലാനം കിലോമീറ്റർ അകലെ പോണ ഒരു 3,75,000 കിലോമീറ്റർ അടുത്ത് വരുന്ന സമയമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവവും നമ്മളും തമ്മിൽ. ഉടമ്പടി കാലത്ത് ദൈവം നമ്മുടെ അടുത്ത് വരുന്നൊരു കാലമാണ്. ഉടമ്പടി കാലം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മുടെ അടുത്ത് വരുന്നൊരു കാലമാണ്. ഈ അടുത്ത് വരുന്ന കാലത്താണ് മക്കൾ ബൈബിൾ വായിക്കുകയും കുറച്ചു നേരം കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത്. ഈ കാലത്ത് ബൈബിള് മറ്റു കാലങ്ങളെക്കാൾ നന്നായിട്ട് മനസ്സിലാകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇക്കാലങ്ങളിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ മുമ്പത്തെ കാലത്തേക്കാൾ ബൈബിള് നന്നായിട്ട് മനസ്സിലാകുകയും ദൈവം അതിലൂടെ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറയണത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു വിശ്വാസി തിരിച്ച് കർത്താവിൻ്റെ അടുത്ത് ആ വിശ്വാസം അർപ്പിക്കണ ഭാഗമാണ് യോഹന്നാൻ 11:22. എന്താണ്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ബർത്തിമേവുസിനെ അറിയത്തില്ല. ബർത്തിമേവുസിനെ അറിയത്തില്ല. അതുകൊണ്ട് അവനോട് നീ ചോദിക്കേണ്ടി വന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്. മാർത്ത ബർത്തിമേവുസിനേക്കാൾ ഉയർന്ന വിശ്വാസിയാണ്. മാർത്ത 2 അന്ധന്മാരെക്കാൾ ഉയർന്ന വിശ്വാസിയാണ്. അവിടെ 2 കണ്ണുകൾ തുറന്ന് തന്നെ ഇരിക്കുകയാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല ആത്മാവിൻ്റെ കണ്ണും തുറന്ന ആളാണ് മാർത്ത. മാർത്ത പറഞ്ഞു, കർത്താവേ, ബർത്തിമേവുസിനെ പോലെയല്ല ഞാൻ. നീ ജെറിക്കോയിൽ കണ്ടുമുട്ടിയ അന്ധന്മാരെ പോലെയല്ല. ഐ നോ ഹൂ യു ആർ. എനിക്കറിയാം നീ ആരാണെന്ന്. നീ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ അറിവിനേക്കാൾ വലിയൊരു അറിവുണ്ട് മാർത്ത. എന്താണ്? ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പം നിത്യജീവൻ വരെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് യോഹന്നാൻ പറയണത്. ഏകസത്യദൈവമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനെന്ന് യോഹന്നാൻ 17:3 പറയുമ്പോൾ അത് തന്നെയാണ് യോഹന്നാൻ 11:25. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാണ് ജീവനും പുനരുത്ഥാനം. ദൈവമേ, നമ്മുടെ നിത്യജീവൻ വരെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത്ഭുതങ്ങൾ, എല്ലാ അടയാളങ്ങളും നിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിൻ്റെ എൻ്റെ മുമ്പിലുള്ള വാട്ട് ഇസ് ദ ഓപ്ഷൻ? പെർസിസ്റ്റ്. എന്ത് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്? കർത്താവിനെ അറിയുക. പ്രാർത്ഥനയിലൂടെ ആയാലും വചനവായനയിലൂടെ ആയാലും ഉപവാസത്തിലൂടെ ആയാലും കാരുണ്യ പ്രവൃത്തികളിലൂടെ ആയാലും യു മസ്റ്റ് നോ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിനെ അറിയുന്നു. അറിവിൻ്റെ ആധിക്യത്തിലാണ് നമുക്ക് അനുഭവം ലഭിക്കാനിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വസന്തകാലമാണ് ഉടമ്പടിക്കാലം. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ ഉടമ്പടിയിലിരിക്കുന്ന അവസ്ഥയെ ഉടമ്പടിക്കാലത്തെ കർത്താവിന് സമർപ്പിക്കുന്നു. ഞങ്ങൾ സഭ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവെ അഭിഷേകം ചെയ്യണമേ. നിത്യതേജസ്സിന്റെ അഭിഷേകം കർത്താവെ അനുഗ്രഹമായി തീരണമേ. നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിയുകയും അറിഞ്ഞനുഭവിക്കുകയും എൻ്റെ ഇക്കാലങ്ങളിലുള്ള എല്ലാ കണ്ണീരിനും നിത്യത വരെയുള്ള ആത്മാവിന്റെ പ്രശ്നങ്ങൾക്കും ഒരേ ഉത്തരമാണെന്ന് അറിയുന്ന ഈ ഉടമ്പടിക്കാലത്ത് അതിന്റെ മുഴുവൻ അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ ആവശ്യമായ ആത്മശക്തിയാൽ അടിയനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ചേർന്ന് പാടാം. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ.
Praise the Lord. Praise the Lord. എഴുന്നേൽക്കുക. നേരത്തെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ രോഗാതുരമായ സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. PCOD രോഗിക്കാരെ, അൾസർ രോഗികളെല്ലാം കർത്താവിൽ നിന്ന് സുഖപ്പെടുത്തിയ വലിയ സാക്ഷ്യം നമ്മൾ കേട്ടു. അതെല്ലാം ഉദര രോഗങ്ങളാണ്. ഉദരരോഗമുള്ളവർ, PCOD, അതുപോലെ തന്നെ ഫിഷർ രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങളൊക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈകൾ വയ്ക്കുക. അടിവയറ്റ് നിൻ്റെ കൈകൾ ഇപ്പോൾ കർത്താവിൻ്റെ കൈകളായി മാറുകയാണ്. നിൻ്റെ വിശ്വാസത്തിലൊന്ന് ഓർത്ത് വേണം. നിൻ്റെ കൈകൾ ഇപ്പോൾ നിൻ്റെ കൈകളല്ല, അത് വിശ്വാസത്തിൽ വെക്കുമ്പോൾ അത് കർത്താവിൻ്റെ കൈകളാണ്. നിൻ്റെ നെഞ്ചിൽ കൈകൾ വെക്കാം. ശ്വാസകോശ രോഗികൾ, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, കരരോഗികൾ, ഹൃദയരോഗികൾ, കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിൽ കൈകൾ വെക്കുക. നിൻ്റെ കഴുത്തിൽ കൈവെക്കാം. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, കഴുത്തിൽ കൈവെക്കുക. സ്പൊണ്ടിലോസിസ് രോഗികൾ കഴുത്തിൽ കൈകൾ വെക്കുക. ശിരസിന് വേദനയുള്ളവർ ചെന്നിയിൽ കൈകൾ വെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ ശിരസിൽ കൈവെക്കുക. നടുവേദനക്കാർ നടുവിൽ കൈവെക്കുക. കിഡ്നി വേദനക്കാർ പിറകിലെ നടുവലിൻ്റെ മുകളിലെ സൈഡിലായിട്ട് കൈവെക്കുക. ത്വക്ക് രോഗികളുണ്ട്, വിസർപ്പ രോഗികളുണ്ട്. അവർ ശിരസ് കൈകളെ ശരീരത്തിൽ വെക്കുക. പ്രഖ്യാപിക്കുക, കർത്താവേ, വിശ്വാസത്താൽ എൻ്റെ കൈകളെ നിന്റെ കൈകളായി ഞാൻ മാറ്റുന്നു. എൻ്റെ ശരീരത്തിലുള്ള ആന്തരികവും ബാഹ്യവുമായ സർവ്വരോഗങ്ങളുടെ മേലും കർത്താവേ, നിന്റെ അധികാരം, ജീവന്റെ അധികാരം ഞാൻ പ്രഖ്യാപിക്കുന്ന യേശുനാമത്തിലെ, യേശുനാമത്തിലെ, യേശുനാമത്തിലെ മാരക രോഗങ്ങള്, തീരാവേദികള് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, the fire finger, soak with the precious blood. I command you, in the name of Jesus Christ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൈകളെടുക്കുക. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കൾ ഇല്ലാത്തവർ, സ്ഥലം വിറ്റുമാറാത്തവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, കുടുംബകലഹങ്ങൾ, കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, ടെസ്റ്റ് എഴുതുന്നവർ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, ഡേറ്റ് ഇട്ടിരിക്കുന്നവർ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, 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 അങ്ങനെ മക്കളെ സ്പർശിക്കണമേ. കർത്താവേ, കർത്താവേ, വിശുദ്ധമായ രക്തത്താൽ തളിക്കണമേ. കർത്താവേ, ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവര്, സാമ്പത്തിക ബാധ്യതകളാല് വിഷമിക്കുന്നവര്, അപമാന ഭാരത്താല് പേടിക്കുന്നവര്, കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഭയമുള്ളവര്, മനുഷ്യരുടെ മുമ്പിൽ അപമാനം വന്നു പോകുമോ എന്നോർത്ത് ഭയക്കപ്പെടുന്നത്. ബൈബിളിൽ അങ്ങനെ കുറേ ആൾക്കാരെ കർത്താവ് അവരുടെ കണ്ണുനീര് വളരെ ഗൗരവതരമായി കാണുന്നുണ്ട്.
എലിസബത്ത് വരെ പറയണത് മനുഷ്യരുടെ മുമ്പിലുള്ള അപമാനം കർത്താവ് നീക്കി തന്നുവെന്നാണ്. മനുഷ്യരുടെ മുമ്പിൽ അപമാനപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. നാട് വിട്ടുപോയി പാർക്കാനുള്ള ത്രാണിയുമില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. കർത്താവ് ഈ അപമാനത്തെ മാറ്റിയേ പറ്റത്തുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മക്കൾ ദുർനടപ്പിൽ അകപ്പെട്ടിരിക്കുന്നവരെ, അതിൻ്റെ പേരിൽ വിവാഹം താമസിക്കുന്നവരെ, വന്ന വിവാഹം നഷ്ടപ്പെട്ടു പോകുന്നവരെ, എന്തിനെന്നറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി ലഭിക്കട്ടെ. മക്കളുടെ മേൽ കർത്താവിൻ്റെ തിരുരക്തം തളിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഒരു വരുമാന മാർഗം തിരക്കുന്നവരെ, അന്വേഷിക്കുന്നവരെ, ചില ഡേറ്റുകളൊക്കെ ചിലയിടത്ത് ഓഫർ ചെയ്തിട്ട് ആ ഡേറ്റ് നടക്കുമോ ഇല്ലെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് തേങ്ങണവരെ, ഉറക്കമില്ലാത്തവരെ, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഉറക്കമില്ലാത്തവരെ. അമ്മ മാതാവേ, ഇന്ന് മക്കളെ സന്ദർശിക്കണമേ രാത്രിയിൽ. സ്തുതികട ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. കയ്യിലെ കുരുക്കൾ, നീര് രോഗങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കർത്താവിൻ്റെ ദർശന സന്ദേശമേ പറയണത് കയ്യിലെ കുരുക്കൾ, നീര് രോഗങ്ങളൊക്കെ മാറുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ എന്തോ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കണം. ശ്രുതികട ഹല്ലേലൂയ. കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന കണ്ണുകളുടെ തടിപ്പ്, കണ്ണുകളുടെ പോളൊക്കെ തടിപ്പ് കൂടുന്നു, അകത്ത് ചുവപ്പ് നിറം കൂടുന്നു, കരികരിപ്പ് കൂടുന്നു, കണ്ണുകളുടെ മൃദുത്വം നഷ്ടപ്പെടുന്ന കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളില്ലാത്തവർ, ലൈംഗിക ശേഷിയില്ലാത്തവരെ, അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്ന, കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന. സ്തുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂത്രാശയം വീർക്കുന്ന രോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രാശയം നമ്മൾ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ ചുരുങ്ങേണ്ടതാണ്, പക്ഷെ ചുരുങ്ങത്തില്ല. നിറയെ മൂത്രമുള്ളപ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ മൂത്രാശയത്തിന് ഇരിപ്പ്, അതിൻ്റെ ചുരുങ്ങൽ ശേഷി കുറഞ്ഞിരിക്കുന്നു. ആ മൂത്രാശയത്തെ കർത്താവ് സ്പർശിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. കൈകളുടെ അസ്ഥിക്കുഴകളുടെ സ്വാധീനം പോയിട്ട് മടക്കാനോ തിരിക്കാനോ പറ്റണില്ല, അവിടെ സ്റ്റിഫായിട്ടിരിക്കുന്നത്. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണ് സൗഖ്യം. നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. യാത്രകളെ സമർപ്പിക്കുക. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ഉദ്യോഗം, സ്ഥലം മാറ്റം, യാത്രകളെ സമർപ്പിക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ. നേർച്ച വസ്തുക്കളെ ഉയർത്തിപ്പിടിക്കുക. അറിയിപ്പുകൾ, ഏറ്റവും വലിയ അറിയിപ്പ്, എല്ലാ ദിവസവും പുതുതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള അവസരമുണ്ട്. ഇന്നും പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി ഇതുവരെ ചെയ്യാത്തവർക്ക് ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനാ ദിവസങ്ങളൊന്നും ഉടമ്പടി പുതുക്കി കൊടുക്കുന്നതല്ല. അതിൻ്റെ കാരണം, ഉടമ്പടി പുതുക്കണമെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകാൻ കൃത്യമായ ക്ലാസ്സുകൾ വേണം. ഇങ്ങനെ ധൃതിക്ക് ഓടിച്ചെയ്യണ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനാ ദിവസം, തിരക്കുള്ള ദിവസം പുതുക്കത്തില്ല. ഉടമ്പടി എല്ലാ ദിവസവും ഇവിടെ പുതുക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനാ ദിവസം തിങ്കളും ചൊവ്വായും പുതുക്കത്തില്ല. പക്ഷെ ഉടമ്പടി എടുക്കാൻ പറ്റും. ഇന്ന് അതിൻ്റെ ക്ലാസ് മുകളിലത്തെ ഓഡിറ്റോറിയത്തിൽ കൊടുക്കും. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ, മുകളിലത്തെ ഓഡിറ്റോറിയത്തിൽ ഉടമ്പടി എടുക്കാനുള്ളവർക്ക് ക്ലാസ് കൊടുക്കും.
ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്തിട്ടേ ഉടമ്പടി എടുക്കാവൂ. ക്രൈസ്തവരല്ലാത്തവർ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ സാധാരണ ആ അമ്മയുടെ തിരുസേന ഒത്തിരി പേര് അനുഭവിച്ച് പ്രാർത്ഥിച്ച അനുഭവം പ്രാപിക്കുന്നത് പ്രാർത്ഥന അപേക്ഷ എഴുതിയിട്ടാണ്. അവർക്ക് പ്രാർത്ഥന അപേക്ഷ എഴുതിയിടാവുന്നതാണ്. ഉടമ്പടിയിൽ വിശ്വാസ പ്രമാണം ഉള്ളത് കൊണ്ടാണ് ചില സഹോദരങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു, വച്ചാൽ ഞങ്ങളെ വിശ്വാസ പ്രമാണം ചെല്ലാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു. ഞങ്ങൾ ഒരു നിർബന്ധമില്ല, ഉടമ്പടി എടുക്കാൻ പോലും നിർബന്ധമില്ല. പിന്നെ ചില ഹൈന്ദവ സഹോദരങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷ എഴുതി മാതാവിൻ്റെ അടുത്തിടാം, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാം. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന് സൗകര്യമുള്ളപ്പോൾ അങ്ങനെയുള്ളവരെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. കയ്യൊപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഉടമ്പടി കൃത്യമായിട്ട് പുതുക്കിയ 4 പുതുക്കിയവരുണ്ട്, 3 പുതുക്കിയവരുണ്ട്. അവർക്ക് പിന്നെ 2 പുതുക്കിയവർ, അങ്ങനെയുള്ളവർക്കെല്ലാം അച്ഛൻ കണ്ട് മെസ്സേജ് എടുക്കുന്നത്. ഇപ്പം 4ഉം 2ഉം 3ഉം പുതുക്കുന്നവർക്ക് മെസ്സേജ് എടുക്കും. അല്ലാത്തവരെ ആ പുതുക്കിയ ക്രമം അനുസരിച്ച് കൊണ്ട് അവിടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കും. പറഞ്ഞു കേട്ടാൽ തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടപടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏറ്റവും വലിയ അറിയിപ്പ്, ഒക്ടോബർ 26-ാം തീയതിയാണ് നമ്മുടെ ജപമാല റാലി. 50,000 പേര് പങ്കെടുക്കുന്ന ജപമാല മിഷൻ റാലി. KCBCയുടെ പ്രസിഡന്റ് അത്യുന്നത ആർച്ച് ബിഷപ്പ് സുസപാക്കൻ തിരുമേനിയാണ് ഈ വർഷം ജപമാല റാലി ഉദ്ഘാടനം ചെയ്യണത്. 7 മണിക്ക് റാലി ആരംഭിക്കും. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കലണ്ടറിൽ അത് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. റാലി 7 മണിക്ക് ആരംഭിക്കുന്ന കാരണം ആർക്കെങ്കിലും തലേ ദിവസം വരണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വന്നാൽ കുറേ പേരെ, ഇപ്പോൾ ഇനി സ്ഥിരമായിട്ടുള്ള സംവിധാനമാണ്. തീർത്ഥാടകർ ഒത്തിരി പേരിങ്ങനെ എല്ലാ ദിവസവും രാത്രിയൊക്കെ വരും, രാത്രി ചില സന്ധ്യയ്ക്ക്. അപ്പോൾ അവർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു താമസം ആലപ്പുഴ രൂപത ഒരുക്കിയിട്ടുണ്ട്. ആലപ്പുഴ രൂപതയിലെ എൻ്റെ നമ്പരെല്ലാം ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് രാത്രി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ബെഡുള്ള ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ഉണ്ട് രൂപതയിലെ പാസ്റ്റർ സെൻ്ററിൽ. 4 ബെഡുള്ള ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ഉണ്ട് രൂപതയിൽ. അവരുടെ ഡോർമെട്രിയും ഉണ്ട്. അതെല്ലാം തീർത്ഥാടകർക്ക് കുറഞ്ഞ ചിലവിൽ സംരംഭ്യമാക്കാവുന്ന രൂപതയെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇടവക പള്ളിയിൽ നിന്നും അതുപോലെയുള്ള ഫ്രഷപ്പ് ചെയ്യാനും കുളിക്കാനും അവരുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ഡോർമെട്രിയും എല്ലാം ഇടവക പള്ളിയിലും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാത്രി താമസത്തിന് മുറി വേണമെന്നുണ്ടെങ്കിൽ രൂപത പാസ്റ്റർ സെൻ്ററുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ വെളുപ്പിനെ വന്ന് ഫ്രഷ് ആകണം. നിങ്ങൾക്കൊന്ന് വിശ്രമിച്ചിട്ട് പ്രാർത്ഥനാ സമയം വരെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടവക പള്ളിയിൽ monsignor ആൻ്റണി തേറാത്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർക്കും അവരുടെ സ്ത്രീകൾക്കും താമസ സൗകര്യം, ഫ്രഷപ്പ് ചെയ്യാനുള്ള ബാത്റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. കുറഞ്ഞ ചിലവിൽ നമ്മളുടെ സുരക്ഷിതമായ ചുറ്റുപാടുകളിൽ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾക്ക് ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ഇവിടെ കൂടാൻ പറഞ്ഞിരിക്കുന്നത്. 6 ആവശ്യങ്ങളാണ് നിങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പം 5 പ്രാർത്ഥന നിങ്ങൾ കൂടുന്നത് യൂട്യൂബിലും അതുപോലെ തന്നെ ഷാലോൺ TV-യിലും അതുപോലെ തന്നെ ഗുഡ്നസ് TV-യിലുമാണ്. ഗുഡ്നസ് TV-യിൽ ശനിയാഴ്ചയും ഷാലോൺ TV തിങ്കളാഴ്ചയുമാണ് മരിയൻ ഉടമ്പടി ധ്യാനമുള്ളത്. അപ്പം ഷാലോൺ TV-യിൽ ഗുഡ്നസ് TV-യിൽ ഇപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾക്ക് കൂടാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിടും. ഫേസ്ബുക്കിൽ ഗുഡ്നസ് TV-യുടെ അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പേജിൽ ഗുഡ്നസ് TV നടക്കുന്ന ധ്യാനങ്ങളുണ്ട്. ഗുഡ്നസ് TV അപ്പോൾ അത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇവർ ചെയ്യണ പോലെ ഇപ്പോൾ ഗുഡ്നസ് TV-യിലെ ധ്യാനം മാത്രം പങ്കെടുത്തിട്ട്
ദൈവ അനുഗ്രഹം പ്രാപിച്ചവർ ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞു ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ സാക്ഷ്യം നൽകിയിരുന്നു. ഇപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും നമുക്കിവിടെ പറയാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് കുറേ സാക്ഷ്യം ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ സാക്ഷ്യം ഒഴിവാക്കി വിഷമിക്കേണ്ട കാര്യമില്ല. രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ സാക്ഷ്യം അപ്ലോഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, 1-2 സാക്ഷ്യത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സാക്ഷ്യം ക്വാളിറ്റി ഉള്ളതായി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഗ്രഹം പ്രാപിക്കുന്നത് ലൈറ്റെക് ആൻഡ് പെയർ റിക്വസ്റ്റഡാണ്. ഓൺലൈനിൽ കൃപാസന പ്രത്യക്ഷയുടെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ തിരികെ തെളിച്ചുകൊണ്ട്, അത് അന്യ ജില്ലകളിൽ, നാടുകളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഓൺലൈനായി ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ അത്ഭുത അനുഗ്രഹ പ്രാർത്ഥനയാണ് കാൻഡിൽ ലൈറ്റ് പെയർ റിക്വസ്റ്റ്. അത് എൻ്റെ ആസ്തി എന്ന് പറയുന്നത്, നമ്മൾ ഈ 50 ലക്ഷം ജപമാല നമ്മൾ ചെല്ലണില്ലേ, 50 ലക്ഷം ജപമാലയൊന്നും അല്ല ശരിക്കും. കൃപാസനത്തിൽ 2003 മുതലുള്ള ജപമാല ആസ്തികളുണ്ട്, കോടിക്കണക്കിനുണ്ട്. അതിലെ ആസ്തികളിൽ നിന്നാണ്, അതിൻ്റെ നിരതദ്രവ്യമായി വെച്ചിട്ടാണ് നമ്മൾ കാൻഡിൽ ലൈറ്റ് റിക്വസ്റ്റിന് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുന്നത്. ഒരു പ്രാർത്ഥന പോലും കൂടാത്തവർക്ക് അനുഗ്രഹമായി മാറാൻ അതാണ് കാരണം. നേരത്തെ ദിവസം ഉയർത്തിപ്പിടിക്കുക, വിശ്വാസ പ്രമാണം ചെയ്യട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. The fire fingers soak with the precious. I cast this son of cast from me. By God the Father Almighty, who made heaven and earth in the contain. He may bless him, bringing health and body and peace and family. And the duty to get the church with the power of Jesus Christ. With the meritorious of the Holy Priesthood, bless and hallow this relics. I bless and hallow this relics. Those who may have grace and peace and power. ഓർക്കുക, 31 ദിവസവും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതുതായിട്ട് ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കി ട്രെയിനിൻ്റെ കാര്യങ്ങളെല്ലാം ബ്രദർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സമാപന ആശീർവാദം. വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവത്തിരുസല്ലോട്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം മുട്ടമില്ലെന്ന് പ്രാർത്ഥിക്കട്ടെ. അവരുടെ നിയോഗങ്ങൾ ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, കൃപാസനം ഏകദിന ഉപവാസ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ നിയോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എഴുന്നള്ളി വരുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പത്രം വാങ്ങിക്കാത്തവരെ പത്രം വാങ്ങിച്ചിട്ട് അതിൻ്റെ മിഷൻ കാർഡ് ആണ് കൊണ്ടുപോകേണ്ടത്. മിഷൻ കാർഡ്, പത്രത്തിൻ്റെ കാർഡ് ഒരിക്കലും നഷ്ടപ്പെടരുത്. അത് നോക്കിയാണ് ഉടമ്പടി പുതുക്കി ലഭിക്കുന്നത്. ഉടമ്പടി ഫേസ്ബുക്കും അതുപോലെ തന്നെ